നോക്കിക്കുന്നത് ഷൂട്ടാണോ? കൈ കഴുകി എല്ലാരും ഭാഗത്തൊക്കെ. അമ്മ ഞങ്ങക്ക് ചോറ് പൊതിഞ്ഞു തന്നതാട്ടോ. ഇന്ന് ഏട്ടന് നാളെ ബ്രൈഡ് ഉണ്ട്. എവിടെ അറിയോ? ഇത് ഏറ്റുമാനൂരല്ലേ? ആ, ഏറ്റുമാനൂർ ബ്രൈഡ് ഉണ്ട്. അപ്പൊ അമ്മ രാവിലെ ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങള് കഴിച്ചിട്ടല്ലേ പോവാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു 7 മണിക്ക് ഇറങ്ങുന്ന പറഞ്ഞത്. അപ്പൊ നേരത്തെ കഴിച്ചിട്ട് പോയാൽ നമുക്ക് വിശക്കൂലെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങൾ പൊതിഞ്ഞു തരാന്ന് പറഞ്ഞു. അങ്ങനെ 3 പൊതി എനിക്കും ഏട്ടനും ഷിക്കാബിനും പൊതിഞ്ഞു തന്നതാണ്. ഷക്കീബിനും പൊതിഞ്ഞു തന്നാണ്. ഇതാ ഓന്റെ പൊതിയിൽ മാത്രം പേരുണ്ട്, ഷക്കീബ്. കറക്റ്റ് പേര് കണ്ടടാ, കണ്ടോ? ധോന് മാത്രം പേര് എഴുതിയത് എന്തിനാ വെച്ചാലും ഇതാണ് ഏറ്റവും വലിയ പൊതി. ഇതിൽ ചോറ് കൂടുതലുണ്ട്. എനിക്കും ഏട്ടനും കുറച്ചു മതി. അപ്പൊ അതുകൊണ്ട് ഇവനുള്ളത് പേര് എഴുതിയിട്ടാ തന്നത്. പിന്നെ ഏട്ടനും എനിക്കും അയില പൊരിച്ചതാണ്, ഇവന് മാത്രം ഐക്കൂറ പൊരിച്ചതാണ്. ഞങ്ങൾക്ക് രണ്ടാക്കും ചെറിയ ഐക്കൂറ പൊരിച്ച ഇഷ്ടമല്ല. അപ്പൊ അത് മനസ്സിലാൻ വേണ്ടിട്ടാ. അപ്പൊ നമുക്ക് ഇതിൽ എന്തൊക്കെയാ ഉണ്ടാന്ന് നോക്കാം. വാ, നിങ്ങളൊക്കെ വാ, കഴിക്ക്. ആ വാ, എല്ലാം തുറന്നോ, നിന്ന് കഴിക്കാം. എല്ലാവർക്കും എല്ലാം ഇങ്ങനെ വാരി വാരി തിന്നാം. ചേച്ചി കഴിക്കാം. ഐക്കൂറയ്ക്ക് എന്താ പറയട്ടെ, വേറെന്താ പറയാ? നെയ്മീൻ. ആ, ഒരു കുഴപ്പമില്ല. ആ, ശീല ചേച്ചിയല്ലേ വെജ്? തുറക്കണം. ഷിക്കാബിന്റെ പൊതി വലിയ പൊതി. ഷക്കീബ് എന്നാണ് പേര്. ഇവളും മാളും എന്ന ഫ്രണ്ട് ഉണ്ട്. ഇവര് രണ്ടാളെ അങ്ങനെ ആക്കി. അല്ല, ഇത് ഉച്ചക്കുള്ള ഭക്ഷണം അമ്മ നമുക്ക് അതുപോലെ പാക്ക് ചെയ്ത് തന്നു. ഉച്ചക്ക് കഴിച്ച് ഇത് രാത്രിത്തേക്കുള്ളത് ഞങ്ങൾ പൊതുവെ വീട്ടില്. നീ എവിടെ അടുത്ത്? കോഴിക്കോടല്ലല്ലോ, 5 വർഷം 6ാമത്തെ വർഷം അവിടെ പോയി. എല്ലാവരും ഇവരൊക്കെ ഇവിടെ അല്ലേ? കാക്കനാട്. ചെമ്മൂക്ക് അടുത്ത് നമ്മള് ചെമ്മൂക്ക് മറ്റേ ഇതല്ലാത്ത വഴക്കാലപ്പുറത്തുള്ളല്ലേ? മുരിയന്റെ ഏത് നിർത്ത കഴിച്ചോ. ഇതാ വാഴത്തട്ട ഉപ്പേരി, ഓംലെറ്റ്, ചോറ്, മാങ്ങ അച്ചാറ്, അയില പൊരിച്ചത്, പിന്നെ മുരിങ്ങന്റെലയും ചക്കക്കുരും പരിപ്പും ഇട്ട കറി. വാ, സൂപ്പർ സൂപ്പർ. ഇനി ഒന്നും നോക്കണ്ട, പിടിച്ചോ. ചേച്ചി ഇത് അങ്ങനത്തെ ഒരു ഇതുമില്ല. ഞാൻ മുരിങ്ങന്റെലയും ചക്കക്കുരും കറി, ഇച്ചിരി അച്ചാറും. കറി കണ്ടാ കഴിച്ചു. ഞങ്ങളെ ഫേവറേറ്റ് കറിയാ വീട്ടിലെ എല്ലാരും ഇല്ലാട്ടാ. കഷ്ണം മുട്ടയും എല്ലാവർക്കും ഒരേ. എല്ലാരും ഫേവറേറ്റ്, മോസ്റ്റ് ഫേവറേറ്റ്. സൂപ്പർ. ഇത് ഇപ്പൊ മാത്രല്ല കേട്ടോ, അമ്മ നമ്മള് ട്രെയിനിൽ പോകൂലേ, അപ്പം എപ്പോ നമുക്ക് പാക്ക് ചെയ്ത് തരും. ഞങ്ങക്ക് മാത്രല്ല, വീട്ടിൽ ആര് വന്ന് പോയാലും പാക്ക് ചെയ്ത് കൊടുക്കും ട്രെയിനിൽ പോകും. ഞാൻ കുറച്ച് വെപ്പിച്ചതാ നമുക്ക്, അല്ലെങ്കിൽ നമ്മള് കളയണ്ട വെച്ചിട്ട് കൊറേ തിന്നാളും. ആ മോനെ, ആ ഇഷ്ടപോലെ ഉണ്ട്. പറയും ഞങ്ങളുണ്ടല്ലോ. എത്ര വർഷമായി? 12. ഒരിക്കലും ഇരിക്കാൻ തീർക്കാം. വെറുതെ നമ്മള് തിരിച്ച് കൊണ്ടോണ്ട് കളയണ്ടല്ലോ, പാക്ക് ചെയ്തൊന്നുമില്ല. ഇവര് രണ്ടാളും ഇറങ്ങാൻ നേരത്ത് കഴിച്ചതാട്ടോ. ഞാൻ വിചാരിച്ച പോലെ കഴിക്കൂലെന്ന്. അതെയോ? ചിക്കാബേ
ചേച്ചിന്റെ വയറൊക്കെ ചാടി. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പത്തൊട്ട് ഞാൻ 2 കുട്ടികളെ നോക്കി തുടങ്ങി. ഭക്ഷണം രാത്രി വന്നത് ഭക്ഷണമൊന്നുമില്ല അവിടെ ഉണ്ടാക്കുന്നു. ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ട്. പാത്രങ്ങളെല്ലാം യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ കാലത്ത് ഒരു സാധനം മേടിച്ചിട്ട് അവിടെ ഉണ്ടാക്കിട്ടേ അതെല്ലാം നല്ല ജോലി ചെയ്യുന്ന ആൾക്കാരെ കട്ടരി ജോലിയാണ്. നമ്മള് രാത്രി കയറി വരുമ്പോ വീട്ടിൽ ആളുണ്ടാവില്ല. മക്കളുടെ റൂമിലാണെങ്കിൽ ആളുണ്ടല്ലോ. ചേച്ചി കുറച്ച് ചോറ് എടുക്കാൻ വരാം. ഒരേട്ടൻ വല്ല വന്ന് ചോറ് കറി ചെയ്യുന്നു നിന്റെ. ഏട്ടെന്താ മുട്ട കഴിക്കാത്ത? ഇച്ചിരി കറി എടുത്തോട്ടെ. ഏട്ടൻ്റെ അടുത്ത് അച്ചാറില്ല. എല്ലാരും അച്ചാറില്ല. എനിക്ക് മതി, ഞാൻ തീർക്കാൻ കഴിക്കുന്നയാ. മീൻ മുട്ട കഴിക്കോ? കഴിച്ചോ. ഞാൻ മത്തിന് മാത്രം കഴിക്കുള്ളൂ. വേറൊരു മീൻ്റെ മുട്ട കഴിക്കൂല. മീൻ്റെ അല്ലേ, അതെല്ലാരും പറയാം. അമ്മേന്റെ മീൻ പൊരിച്ച്. മീൻ കഴിക്കൂല. ഞാൻ വിച്ചേച്ചിന്റെ സാധനം ഇത് മുരിങ്ങന്റെ ചക്. അച്ചാറുള്ളൂ. ശരിക്കും അമ്മേനെ യൂസ് ചെയ്യണം നമ്മളേട്ടാ. ഞാൻ ഒരു മീൻ പൊരിച്ച് മാത്രം ഉണ്ടാക്കി വിറ്റാലും എല്ലാരും പറയും. ഓഫീസിലൊക്കെ ഫുഡ് കൊണ്ടുപോകുമ്പോഴും മീൻ പൊരിച്ച് പാക്ക് ചെയ്തോലോ മസാല. അമ്മ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കേ. ഇതൊന്നുമില്ല. ഏത് എക്സ്ട്രാ അമ്മേന്റെ പൊടിക്കൈയൊന്നും ഇല്ല. സാധാരണ എല്ലാരും ഉണ്ടാക്കും പോലെ തന്നെ. പക്ഷെ കൈപ്പുണ്യൊക്കെ കഴിഞ്ഞു. കറണ്ട് കട്ട് നിന്നല്ലോ അല്ലേ? ആ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഫുള്ളായി. പറ്റുന്ന കഴിച്ചാൽ മതി. ഞാൻ ഫുള്ള് കഴിച്ചിട്ടോ. ചേട്ടൻ ഫുള്ള് കഴിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഞാനും ചേച്ചിയും കഴിച്ച് ഞാൻ ഇച്ചിരി തിന്നു കൊടുത്ത്. ഞങ്ങള് ഫുള്ള് കഴിച്ചു. പാവ മറ്റേ ഫസ്റ്റ് ഉള്ള പോലെ മതിയായിരുന്നു. കുറച്ച് നാക്ക് കൂടിയുണ്ട്. ആ എല്ലാരും വന്നിട്ട് അങ്ങോട്ട് പാവായിട്ട് അഭിനയിക്കാതെ. എന്താ ഇത് വേറെ വേറെ പേപ്പർ വേറെ കവർ വേറെ കളയേണ്ടി വരുമോ? എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ആക്കല്ലേ? പേപ്പറിൽ തന്നെ പൊതിഞ്ഞിട്ട് അതിനുള്ളിൽ ഒറ്റ പുതിയിട്ട് അവർക്ക് കൊണ്ടു കളയാനും ഇതിലെല്ലാം കൂടി ഒന്നിടാക്കിട്ടാക്കല്ലേ? കഴിച്ചുണ്ടാക്കാം. ഞാൻ കയ്യേക്കട്ടെ. വേഗണോ എല്ലാം നിക്കാം. ശരിക്കും ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിക്കണം. ഷെക്കീബിന്റെ കാണിക്കും. മൈക്ക് പിടിക്കാൻ കാണിച്ചു തരാം. ഷെക്കീബിന്റെ ആക്ച്വലി എക്സ്ട്രാ അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു കുറെ കഴിക്കുന്ന വെച്ചിട്ട്.
പക്ഷെ എന്നാ പോലും അഞ്ചു ഷക്കീബ് ഫെയിൽഡാണ്. അതൊന്ന് ഓൾറെഡി അഞ്ചു കുറച്ചെടുത്ത് കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബാക്കിയുള്ള ഇനി ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഇനി അഞ്ചുവിന്റെ കാണിക്ക്. എന്റെ ചേച്ചി ചേച്ചിന്റെ 70%. അഞ്ചുവിന്റേത് ദൃശ്യ ചേച്ചിയും അഞ്ചും കൂടിയാണ് കഴിച്ചത്. നോക്ക് എന്താ അത് ഫിനിഷ് ചെയ്ത് അവര്. പക്ഷെ അവര് രണ്ടുപേരും കൂടെയാണ് ഫിനിഷ് ചെയ്തത്. See? ഞാൻ എന്റേന്ന് ആരും എടുത്തിട്ടില്ല, ഞാൻ മാത്രമാണ് ഇതാണ് കഴിച്ചത്. മറ്റേ കീരിയല്ലേ? ഞാൻ മൊത്തം കീറിയല്ലേ എന്റെ അല്ല, പക്ഷെ ഞാൻ മൊത്തം കഴിച്ചിട്ടുണ്ട്. സോ മൂഡ് പോയി. ഓക്കെ ബൈ.